ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് മിനി പിസയും പിന്നെ മിനി ഷവർമ പോക്കറ്റുമാണ്. നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്ന രണ്ട് സ്നാക്സ് ആണ് കേട്ടോ ഇത്. കുട്ടികൾക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ലൊരു രണ്ട് അടിപൊളി സാധനമാണിത്. അതിനു വേണ്ടി ഞാനൊരു കപ്പ് വെള്ളം, എന്നിട്ട് അതിലോട്ട് പഞ്ചസാരയും ഉപ്പും പിന്നെ ഈസ്റ്റും ഇട്ട് നല്ല പോലെ ഇങ്ങനെ കലക്കി ഒരു 5 മിനിറ്റ് അടിങ്ങനെ ക്ലോസ് ചെയ്ത് വെച്ചു. അതിന് ശേഷം ഇങ്ങനെ തുറന്ന് നോക്കിയിട്ടാൽ മതി, ഈസ്റ്റ് പൊന്തി വന്നിട്ടുണ്ട്. അതിനർത്ഥം നിങ്ങൾ ഈസ്റ്റ് ആക്റ്റീവ് ആണെന്നാണ്. അപ്പോൾ ഇങ്ങനെ ആക്റ്റീവായ ഈസ്റ്റ് കൊണ്ട് നമുക്ക് നല്ല ഈസി ആയിട്ട് തന്നെ പിസയും മിനി ഷവർമ പോക്കറ്റും ഉണ്ടാക്കാം. എന്നാലും നമ്മൾ ഇതിങ്ങനെ പൊന്തി വരും 1 മണിക്കൂറാകുമ്പോൾക്ക്. ഈസ്റ്റ് ആക്റ്റീവ് അല്ലാത്തതാണെങ്കിൽ നമ്മൾ ഒരിക്കലും ആക്കിയ സാധനം പൊന്തുമില്ല, നമ്മൾ മൈദ വെറുതെ വേസ്റ്റ്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ അതാണ് ശ്രദ്ധിക്കേണ്ടത്. പിന്നെ സംഭവം ഈസിയാണ്. ഞാനെടുത്തത് 2 കപ്പ് മൈദയാണ്. അതിലോട്ട് നമ്മൾ നേരത്തെ ഇങ്ങനെ വെച്ച ഈസ്റ്റ് അതിലൊഴിച്ചു കൊടുത്തു. പിന്നെ കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. സൺഫ്ലവർ ഓയിലോ ഇല്ലെങ്കിൽ ബട്ടറോ അങ്ങനെ എന്തെങ്കിലും എടുക്കാം. വെളിച്ചെണ്ണ ഒരിക്കലും യൂസ് ചെയ്യരുത്. എന്നിട്ട് നല്ലതുപോലെ ഇതുപോലെ കുഴച്ചെടുക്കണം. ഒരു 5 മിനിറ്റെങ്കിലും ഇങ്ങനെ കുഴച്ചെടുക്കണം. എന്നിട്ട് ഇതുപോലെ ബോളാക്കിയിട്ട് ഒരു പാത്രം എടുത്ത് അതിൽ കുറച്ച് എണ്ണ സ്പ്രെഡ് ചെയ്തിട്ട് നമ്മൾ ആക്കി വെച്ച ആ ബോൾ അതിലിങ്ങനെ വെക്കാം. എന്നിട്ട് അതിൻ്റെ മേലും കുറച്ച് എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് 1 മണിക്കൂറേക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. കറക്റ്റ് 1 അവർ ആകുമ്പോൾ കണ്ടില്ലേ ഇങ്ങനെ പൊന്തി വരും. അന്നേരം മനസ്സിന് ഭയങ്കര സന്തോഷമാണ്. ഇങ്ങനെ പൊന്തി വരുന്നത് കാണാൻ തന്നെ നല്ല രസവും തന്നെയായിരുന്നു, ഇങ്ങനെ പൊന്തി വന്നത് കാണാൻ വേണ്ടി. എന്നിട്ട് വീണ്ടും ഇതുപോലെ നല്ലതുപോലെ കുഴച്ചെടുക്കണം. എന്നാലും നമുക്ക് സോഫ്റ്റ് ആയിട്ടുള്ളൊരു പിസ്സ ഡോ ആയിട്ട് കിട്ടുള്ളൂ. എന്നിട്ട് ഇതിനെ 2 പാർട്ടാക്കി. ഒന്ന് എനിക്ക് മിനി ഷവർമ ഉണ്ടാക്കാനും പിന്നെ ഒന്ന് എനിക്ക് പിസ്സ ഉണ്ടാക്കാനും ആണ് കേട്ടോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് മിനി ഷവർമ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതിന് വേണ്ടിയിട്ട് കുറച്ച് മൈദ ഇട്ടിട്ട് അത് നല്ലതുപോലെ ഫസ്റ്റ് പരത്തിയെടുക്കണം. നല്ലൊരു റൗണ്ട് ഷേപ്പിൽ വരുന്നവരെ പരത്തിയെടുക്കാം. അപ്പോൾ എൻ്റെ ഏകദേശം ഒരു തട്ടിക്കൂട്ടി ഒരു റൗണ്ട് ഷേപ്പായിട്ട് വന്നിട്ടുണ്ട്. എന്നിട്ട് നമുക്കതിന് എന്തെങ്കിലും ഒരു മൂടി കൊണ്ട് ഇതുപോലെ ഓരോ റൗണ്ടായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് വെക്കാം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ മെത്തേഡ് തന്നെ ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ ഇങ്ങനത്തെ ഒരു ഷവർമയോ അല്ലെങ്കിൽ പിസ്സ എന്താണെങ്കിലും നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ എനിക്കിതായി ഒരു 6 പീസായിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് ഞാൻ വീണ്ടും അതിൻ്റെ ഇതുകൊണ്ട് വീണ്ടും ഇതുപോലെ തന്നെ ആക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ടൊരു ബട്ടർ പേപ്പർ എടുത്ത് അതിലോട്ട് ഞാൻ ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. ബട്ടർ പേപ്പർ ഇല്ലെങ്കിൽ എന്തെങ്കിലും പേപ്പറോ അല്ലെങ്കിൽ തുണിയോ വെച്ചിട്ടാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് ഓരോന്ന് ഞാൻ അതിൻ്റെ മേലെ വെച്ച് കൊടുത്തു. എന്നിട്ട് ഞാനൊരു തുണിയെടുത്ത് അത് മൊത്തത്തിൽ ഇങ്ങനെ കവർ ചെയ്ത് വെച്ചു. ഒരു 5-10 മിനിറ്റ് കവർ ചെയ്ത് വെക്കാം. അതിന് ശേഷം ഓരോന്ന് ഞാൻ തവയിലിട്ടിട്ട് തിരിച്ചും മറിച്ചും ഒന്ന് ഇങ്ങനെ പൊന്തി വരുന്നവരെ ചൂടാക്കിയെടുത്തു. നമുക്ക് ഉബൂസൊക്കെ ആക്കല്ല, അത് മാതിരി ഇങ്ങനെ പൊന്തി വരുന്നവരെ ആക്കിയെടുത്താൽ മതി. ഇപ്പം കണ്ടില്ലേ 2 സൈഡും ഒരു ക്രിസ്പി പോലെ ആയിട്ടുള്ളതുപോലെ അതുമാതിരി ആക്കി എടുത്താൽ മതി. നെക്സ്റ്റ് പറയുന്നത് ഇതിൻ്റെ ഫില്ലിങ്സ് റെഡിയാക്കലാണ്. അപ്പോൾ എൻ്റെ കയ്യിലുള്ള കുറച്ച് സാധനം വെച്ചിട്ടാണ് ഞാൻ ഇതിൻ്റെ ഫില്ലിങ്സ് റെഡിയാക്കിയത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏതാണ് ഉള്ളത് അത് വെച്ചിട്ട് നിങ്ങൾ അതിൻ്റെ വേണ്ടൊരു ചെറിയൊരു മസാല റെഡി ആക്കിയാൽ മതി. അപ്പം ഞാൻ എടുത്തിട്ടുള്ളത് കുറച്ച് ക്യാബേജും പിന്നെ കുറച്ച് കക്കിരിയും കുറച്ച് ഉള്ളിയും പിന്നെ കുറച്ച് ക്യാപ്സിക്കം കൂടിയാണ്. പിന്നെ ഞാൻ നേരത്തെ കുറച്ച് കുരുമുളകും ഉപ്പിട്ടിട്ട് ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനും കൂടി ഞാൻ അതിൽ ആഡ് ചെയ്തു. എന്നിട്ട് ഇതിനെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് അതിലോട്ട് കുറച്ച് ചെറുനാരങ്ങ നീര്, അത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ടാൽ മതി. എനിക്കത് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാൻ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കുരുമുളക് പൊടി ഇട്ടിട്ട് ആദ്യം ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഉപ്പ് നോക്കിയിട്ട് കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലോട്ട് ഞാൻ 2 ടേബിൾ സ്പൂൺ മയോണൈസ് ഒഴിച്ചു കൊടുത്തു. എനിക്കിഷ്ടമുള്ളത്ര ആ ഒരു മസാലയ്ക്ക് എത്രത്തോളം വേണം അത്ര പോലെ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കുക. അതുകൂടാണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കെച്ചപ്പും കൂടി ആഡ് ചെയ്യുക. ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ കെച്ചപ്പ് ആഡ് ചെയ്തിട്ടില്ല. എന്നിട്ട് ഞാൻ നന്നായിട്ടത് മിക്സ് ചെയ്യലാണ്. അങ്ങനെ നമ്മുടെ ഫില്ലിങ്സും കൂടി റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇതുപോലെ നമുക്കൊന്നിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ
ഉള്ളിൽ നമുക്ക് ആ ഫില്ലിങ്സ് ഇടാൻ പറ്റുന്ന പോലെ നമുക്ക് അങ്ങനെ ഒരു കട്ട് ചെയ്തിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച ആ മസാല നമുക്ക് അതിൽ ഇട്ട് കൊടുക്കാം. അതിന് മുമ്പ് നിങ്ങൾക്ക് മയോണൈസോ അല്ലെങ്കിൽ കെച്ചപ്പോ അങ്ങനത്തെ എന്തെങ്കിലും വേണമെങ്കിൽ അതിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതൊക്കെ ഓരോരോ ആൾക്കാരുടെ ഇഷ്ടം പോലെ ചെയ്താൽ മതി. ഇപ്പം ഞാൻ എന്നിട്ട് ഉണ്ടാക്കി വെച്ച മസാല എല്ലാം എല്ലാത്തിൻ്റെയും ഉള്ളിൽ വെച്ചെടുക്കലാണ് ചെയ്തത്. അങ്ങനെ നമ്മളെ ഷവർമ റെഡി ആയിട്ടുണ്ട്. അടുത്തതായി ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് പിസ്സയാണ്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ റൗണ്ട് ഷേപ്പിൽ ഇതാ പരത്തി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ അതിൻ്റെ മേലെ ഞാൻ പിസ്സ സോസാണ് അപ്ലൈ ചെയ്യുന്നുള്ളത്. എനിക്ക് പിസ്സ ഉണ്ടാക്കാൻ മറന്നുപോയതാണ്. അപ്പോൾ ആ പാകം കൊടുക്കുന്ന ടൈമിലാണെന്നൊക്കെ പെട്ടെന്ന് ഓർമ്മ വന്നത്. അന്നേരം തന്നെ ടൈം 6:15 അങ്ങനെ വേഗം പോയിട്ട് ആക്കിയതാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ പിസ്സേൻ്റെ ഫുള്ളായിട്ടുള്ള ഒരു വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പം ഈ പിസ്സ സോസ് നന്നായിട്ട് മൊത്തത്തിൽ ഇങ്ങനെ സ്പ്രെഡ് ചെയ്തതിന് ശേഷം അതിൻ്റെ മേലെ ഞാൻ മൊസറല്ല ചീസ് ഇട്ട് കൊടുത്തു. എന്നിട്ട് ക്യാപ്സിക്കം സൈഡിൽ ഇങ്ങനെ ഒരു ഡെക്കറേഷൻ പോലെ ഇങ്ങനെ വെച്ച് കൊടുത്തു. നിങ്ങൾക്ക് അതൊക്കെ നിങ്ങളെ ഇഷ്ടം പോലെ ചെയ്യാവുന്നതാണ്. എൻ്റെ ഒരു സ്റ്റൈൽ പറയുന്നത് ഞാനിപ്പോൾ ഇങ്ങനെ റൗണ്ടിൽ ഞാൻ വെച്ച് കൊടുക്കലാണ് ചെയ്യാറ്. എന്നിട്ട് നേരത്തെ കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനും കൂടി ആഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് വീണ്ടും അതിൻ്റെ മുകളിൽ നല്ലോണം ചീസ് ഇട്ട് കൊടുത്തു. മസാല ചീസാണ് ഞാൻ യൂസ് ചെയ്തത്. അങ്ങനെ ഞാനിന്ന് എയർ ഫ്രയറിലാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പാനിലും ചെയ്യാം. പാനിലാണെങ്കിൽ ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഒരു 10 മിനിറ്റ് വെക്കുമ്പോൾ തുറന്ന് നോക്കുമ്പോൾ മനസ്സിലാവും അത് അലിഞ്ഞ് വരുന്നത്. അപ്പോൾ ഞാനിപ്പം എയർ ഫ്രയറിൽ 115 മിനിറ്റാണ് വെച്ചത്. അങ്ങനെ പിസ്സ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം.